കൃഷ്ണകുമാർ വളരെ മോശപ്പെട്ടവർ, മക്കളും തന്തേക്കാട്ടും മോശപ്പെട്ടവർ. ഒന്നും പറയാനില്ല. കൈ കാശില്ലടാ, എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാലോ. പിന്നെ അവരുടെ പാർട്ടി ഭരിക്കുന്നു, അവരുടെ കൈ കാശുണ്ട്. പാവപ്പെട്ട 3 പിള്ളേരടാ, അവരെ വെറുതെ കരിവാരിത്തേക്കാൻ വേണ്ടി മാത്രമുള്ള പ്രശ്നമാണ് ഇത്. അവരുടെ കൈ കാശുണ്ടല്ലോ, ടാക്സ് കെട്ടിക്കാൻ വേണ്ടി ആ പിള്ളേർ തലയ്ക്ക് വെച്ച് കൊടുത്ത് പിടിച്ചിട്ടപ്പോൾ അവരെ പിടിച്ച് കയ്യിലാക്കി. എന്തല്ലേ കഴിഞ്ഞ കുറച്ച് മണിക്കൂർ കൊണ്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാ. എന്താ കഥ? നമസ്കാരം, ഈദ് മുബാറക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 2 ദിവസമായിട്ട് നമ്മളില്ലായിരുന്നു. സൗദി അറേബ്യയിൽ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈദിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 2 ദിവസമായിട്ട് കുറച്ച് അടിച്ചുപൊളിയും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് വിളിച്ചിട്ട് നമ്മളിത് ഭയങ്കര സെൻസേഷനിലായിട്ടൊക്കെ ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ദിയ കൃഷ്ണയുടെ വാർത്ത അറിഞ്ഞില്ലേ, അഹാനയുടെ വാർത്ത അറിഞ്ഞില്ലേ, കൃഷ്ണകുമാറിൻ്റെ കാര്യം അറിഞ്ഞില്ലേ, നീ വീഡിയോ ചെയ്യുന്നില്ലേ, പ്രൈം ടൈം ന്യൂസ് എക്സ്ക്ലൂസീവ്, അവർ പാവത്തങ്ങളെ പറ്റിച്ചു, വീഡിയോ ചെയ്യും. നമുക്ക് സൗദി ഗവൺമെൻറ് തന്നിരിക്കുന്ന ലീവാണ്. നമ്മൾ ലീവൊക്കെ എടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ്, ലീവ് കഴിഞ്ഞില്ല, പക്ഷെ നമ്മൾ സൗകര്യപൂർവ്വം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുകയാണ്. സോ ഗൈസ്, അന്നേരം നമുക്ക് കം ടു ദ പോയിന്റ്. അപ്പോൾ കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കളെ, ഇവരെ കുറിച്ചൊന്നും അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അവരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അന്നേരം വാർത്തകളെല്ലാം നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സത്യവും മിഥ്യയും എന്താണെന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എൻ്റെ മീഡിയ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ മീഡിയ ചാനലുകാരായിട്ടുള്ള റിപ്പോർട്ടർമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വീണ്ടും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വീണ്ടും പറയുകയാണ്. വാർത്തകൾ ആദ്യം എത്തിക്കുന്നതിലല്ല, ശരിയായ വാർത്തകൾ എത്തിക്കുന്നതിലാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനമുള്ളതെന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 6-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറും കുടുംബവും ആദ്യമായി രംഗത്തേക്ക് വരുന്നത്. അവർ ഒരു കേസ് സ്റ്റേഷനിൽ പരാതിപ്പെടുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട ഒരു കൗണ്ടർ കേസ് വരുന്നുണ്ടോ, ആ കൗണ്ടർ കേസിനെ ബന്ധപ്പെട്ടാണ് മീഡിയാസും ബാക്കിയുള്ളവരെല്ലാം ഈ കേസുമായി മുന്നോട്ട് ഇറങ്ങുന്നത്. അന്നേരം 3 പെൺകുട്ടികൾ പറയുന്ന വാക്കുകളെ നമ്മൾ ഒന്നും തൊടാതെ കണ്ണുടച്ചെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നിമിഷങ്ങളിൽ, കുറച്ച് മണിക്കൂറുകളിൽ നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന കുറേ വാർത്തകളായിരുന്നു മുന്നിലേക്ക് വന്നത്. കൃഷ്ണകുമാറും മകളുടെ 3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, അവർക്ക് പച്ചവെള്ളം പോലും കൊടുക്കാത്ത രീതിയിൽ അവരെ ഉപദ്രവിക്കപ്പെടുന്നു, അവരുടെ മൊബൈൽ ഫോണുകൾ കൈക്കലാക്കുന്നു, അവരനുഭവിക്കുന്ന പീഡന കഥകൾ, ഇതെല്ലാം പറഞ്ഞിട്ട് അഹാനയുടെയും ദിയ കൃഷ്ണയുടെയും ക്രൂരതകൾ, ദിയയുടെ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് തെറി വോയിസുകളും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്ന കുറച്ച് വീഡിയോകളായിരുന്നു നമ്മൾ ആദ്യമെല്ലാം കേട്ടത്. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ അന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഈ വീഡിയോ ചെയ്യുന്നില്ല, ഇതിനകത്ത് ഇങ്ങനെ ദിയ ആ പെൺകുട്ടികളെ ചീത്ത വിളിക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ കുറച്ച് സമാധാനപ്പെടും. നമുക്ക് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതിയോ, അല്ലെങ്കിൽ വീഡിയോ ചെയ്താൽ മതി എന്നാണ് ഞാൻ അപ്പം തന്നെ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു നോക്കുകയോ, സംഭവം ഹോട്ടാണ്, ഇപ്പം തന്നെ പിടപ്പിച്ചേക്കാം. പ്രത്യേകിച്ച് കൃഷ്ണകുമാറും പെൺകുട്ടികളെ കുറിച്ചൊക്കെ ഒരു വാർത്ത അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തിക്കയറും, എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ഒരു സംഭവമാണത്. ആ തെറിവിളിയുടെ വോയിസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ദിയ കൃഷ്ണ സംസാരിക്കുന്ന വോയിസ് കേട്ടപ്പോഴത്തേക്ക് നമ്മളും ഉപയോഗിച്ചു, എന്തിനിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനല്ല, അതിൽ കൂടുതൽ പൊട്ടിത്തെറിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഒരു സംരംഭം തുടങ്ങി അതിനെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് അതിനകത്തൊരു ബിസിനസ് ആക്കി അതിനകത്ത് കസ്റ്റമേഴ്സിനെ കയറ്റി അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് ഇൻവോൾവ് ആവണം. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ആ ഇൻവോൾവ്മെന്റ് തന്നെയാണ് അവരെ ആ പൊട്ടിത്തെറിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്തവൻ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന പുറത്തിരിക്കുന്നവർക്കോ ഈ പറയുന്ന എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ആർക്കും ഉണ്ടാകത്തില്ല. കാരണം മുതൽ നഷ്ടപ്പെടുന്നവന് അതിൻ്റെ വേദന. ഈവൻ ഞാൻ കയറിയിട്ടുണ്ട്, നമ്മളൊരു പ്രൈവറ്റ് ബസ്സിലോ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ബസ്സിനകത്തുനിന്ന് കയറി യാത്ര ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നേരം ചിലപ്പോഴത്തേക്ക് ഒരു 10-15 രൂപ നമ്മൾ ബാലൻസ് മേടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസം രാത്രി മൊത്തവും നമ്മൾ കിടന്ന് ആലോചിച്ച് ആ കണ്ടക്ടർ തരാത്തവനാണ്, അവൻ പറ്റിച്ചവനാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന മലയാളികളാണ് നമ്മൾ, അല്ലെങ്കിൽ സാധാരണക്കാരാണ് നമ്മൾ. അതൊരു നമ്മുടെ എല്ലാം ഒരു പേഴ്സണൽ ആയിട്ടുള്ള മേല്. 1 രൂപയായാലും ചിലപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നഷ്ടങ്ങളുടെ കണക്ക് എപ്പോഴും നമുക്കൊരു വലിയ ചിന്തിപ്പിക്കുന്ന ഘടകമാണ്. ലാഭത്തിൻ്റെ കണക്കുകൾ നമ്മളെ അധികം ചിന്തിപ്പിച്ചില്ലെങ്കിലും നഷ്ടത്തിൻ്റെ കണക്കുകൾ നമ്മളെ എപ്പോഴും പലതും ഓർമ്മിപ്പിക്കും. ഇതിനകത്ത് ഈ ദിയ കൃഷ്ണ എന്ന പെൺകുട്ടിയായാലും അഹാനയായാലും ബാക്കിയുള്ള കൃഷ്ണന്മാരുടെ 2 പെൺകുട്ടികളായാലും അവരുടെ എല്ലാം സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായിട്ടുള്ള ഓരോരോ രീതിയിൽ ജീവിക്കുന്നവരാണ് അവരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലെ പലർക്കും
കാണുന്നത് പൊതുവെ ഒരു വെറുപ്പോട് കൂടിയിട്ടായിരുന്നു ആ കുടുംബത്തെ തന്നെ എല്ലാവരും കണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് എന്തായാലും ആ ഒരു വെറുപ്പ് മാറ്റിവെച്ച് അവരോട് പൂർണ്ണമായും പിന്തുണയോടെ കൂടി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ കാണേണ്ടി വന്നു, അല്ലെങ്കിൽ കണ്ടു. അതിനകത്ത് ഒരുപാട് സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ അവരെ എല്ലാം കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോക്കകത്ത് ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്തു. കാരണം ന്യായം അവരുടെ ഭാഗത്താണ്, സത്യം അവരുടെ ഭാഗത്താണ്. അതുകൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ചെയ്തത് എന്ത് തന്നെയാണ്. ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സംരംഭം തുടങ്ങി അല്ലെങ്കിൽ ആ സംരംഭത്തിലേക്ക് നമ്മൾ 1-2 പേരെ, പാവപ്പെട്ടവരായാലും അല്ലാത്തവരായാലും കഴിവുള്ളവരായാലും, നമ്മൾ അതിനകത്തോട്ട് ഒരു ജോലിയിലേക്ക് കൊണ്ടുവന്ന് അവരെ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ഒരു സംരംഭം അവരെ ഏൽപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് നമ്മളെ പറ്റിച്ച് അല്ലെങ്കിൽ നമ്മളെ ചതിച്ച് 1 രൂപ സ്വന്തമാക്കുമ്പോഴത്തേക്ക് മാനസികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. ആ വിഷമം ഉണ്ടാവാനായിട്ടൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരെ അതിലധികം ഏറ്റവും കൂടുതൽ നമ്മളെ വിശ്വസിച്ചു, അവരെ നമ്മളെ ഏൽപ്പിച്ചു. ഈ 1-2 ഘടകങ്ങൾ നമ്മളെ മാനസികമായിട്ട് മെന്റലി നമ്മളെ ഒന്ന് ഇല്ലാതാക്കും. ആ സമയത്ത് നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്വന്തം കുഞ്ഞിനെ നമ്മൾ മറ്റൊരു കക്ഷിയുടെ കയ്യിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവരത് ആ കുഞ്ഞിനെ സ്വന്തമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ രീതിയിൽ പെരുമാറുമ്പോഴത്തേക്ക് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് മാത്രമാണ് ഇപ്പോൾ ദിയാകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഈ 3 പെൺകുട്ടികൾ അവർ ആ വീഡിയോയിൽ, ഇപ്പോൾ ഇറങ്ങിയ വീഡിയോയിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ കട്ടിട്ടുണ്ട്, അവർ കട്ടിരിക്കുന്ന പൈസ എത്രയാണെന്നും പറയുന്നുണ്ട്, അവരെത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്നും ഇതെല്ലാം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു നിർണായകമായിട്ടൊരു ഘടകമുണ്ട്, അല്ലെങ്കിൽ നിർണായകമായിട്ടൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടികൾ തന്നെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങനെ രീതിയിൽ മോശമായ രീതിയിൽ കണ്ടു, ഞങ്ങൾ അത്രക്കാരാണെന്ന് പറഞ്ഞു, ഇത്രക്കാരാണെന്ന് പറഞ്ഞു. ഈവൻ ഈ ദിയാകൃഷ്ണയുടെ ഭർത്താവ് തന്നെ അവരെ മോശമായിട്ട് പല രീതിയിലും പെരുമാറി, അല്ലെന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാർ ഡ്രസ്സ് വലിച്ചു കയറാൻ ശ്രമിച്ചു. എന്തൊക്കെ രീതിയിലുള്ള ഓരോരോ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മളൊന്ന് വിശ്വസിച്ചു. നമ്മുടെ മീഡിയാസ് അതെല്ലാം തലക്കെട്ടോട് കൂടിയിട്ട് ഓരോ തവണ ഓരോ തെള്ളി വിടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം സത്യം എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് ഈ കുടുംബത്തെ രക്ഷിച്ച ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ തെളിവുകളെല്ലാം ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. കാരണം ഈ കേസ് പോലും ഇവർ ഇതിനകത്ത് ഇത്രയും നഷ്ടങ്ങൾ, അവർക്ക് ഒരു 60-70 ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ വന്നിട്ട് പോലും അവർ പോലീസിൽ പോകാൻ തയ്യാറാകാതെ ഈ പെൺകുട്ടികളെയും അവരുടെ ബന്ധപ്പെട്ടവരെയും വിളിച്ചിരുത്തി അത് സംസാരിച്ചു ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട്. ആ പൈസ ഏകദേശം 22 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ അടുപ്പിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 15 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ വെച്ച് 3 പേരും തിരിച്ചു കൊടുക്കണമെന്നെല്ലാം വ്യക്തമായിട്ടുള്ള രീതിയിൽ മാന്യമായിട്ട് ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നത്തിനകത്താണ് അവളുമാർ പുറത്തു പോയിട്ട് ഈ മാതിരി കുത്തിത്തിരിപ്പുകൾ കാണിച്ചു വിട്ടത്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ സമയത്തും അവരുടെ വീട്ടിൽ ഈ ദിയയുടെ ഫ്ലാറ്റിൽ വന്ന് ഇവർ 3 പേരോട് സംസാരിച്ച സമയത്ത് ഈ വ്യക്തമായിട്ട് ഈ വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വോയിസ് ചാറ്റുകളും ഇവരുടെ GP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിനകത്തുള്ള ഓരോ ചാറ്റുകളും കാര്യങ്ങളും എല്ലാം തെളിവുകളടക്കം സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് കൃഷ്ണകുമാറും കുടുംബവും കുറച്ച് സമാധാനത്തോടുകൂടി ഉറങ്ങുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മലയാളികളായ നമ്മൾ കേരളക്കാർ ഒന്നും നോക്കത്തില്ല, ആ കുടുംബത്തെ നശിപ്പിച്ച് നാറാണ. കാരണം വേറെ ഒന്നും ചിന്തിക്കത്തില്ല. കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. ആ രാഷ്ട്രീയത്തെ മുതലെടുക്കും, ആ പെൺകുട്ടികളുടെ സ്വഭാവത്തെ മുതലെടുക്കും, അവരുടെ കഴിഞ്ഞ കാലത്ത് അവർ കാണിച്ച കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം കൂടെ വെച്ച് മുതലെടുത്ത് ആ കുടുംബത്തെ നശിപ്പിക്കുക എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടാർഗറ്റാണിത്, അവരെ എങ്ങനെ ഇല്ലായ്മ ചെയ്യില്ല. ഇപ്പൊ ഈ ഒരു സമയത്ത് തന്നെ അറിയില്ല, ഒരുപാട് ചാനലുകാർ അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ്, മീഡിയാസ് കൃഷ്ണകുമാറിന്റെ കേസാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും നോക്കില്ല. പെൺകുട്ടികളെ ഏതോ എന്തോ ആവട്ടെ, കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നുള്ള രീതിയിൽ ഉറപ്പിച്ച്, അതുകൊണ്ട് തന്നെ കേസിന്റെ കാര്യത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായ ഒരു തെറ്റായ ഒരു സമീപനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് കൃഷ്ണകുമാറിന്റെ കുടുംബം നൽകിയ ശേഷം അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു കൗണ്ടർ കേസ് വന്നപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്ക് തന്നെ നമ്മൾ കാരണം ഒന്ന് ചിന്തിക്കണം, ആരെ ഇതിനകത്ത് പ്രതിയാക്കണം, ആരെ ഇതിനകത്ത് വലിച്ചയക്കണം, ആരെ ഇതിനകത്ത് കുറ്റവാളിയാക്കണം, അല്ലെങ്കിൽ ആരെ ഇതിനകത്ത് കരിവാരി തേക്കണം എന്നുള്ള ഒരു പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നത്. പക്ഷെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്നവനെ ഇല്ലാതാക്കാനായിട്ട് തീരുമാനിച്ച് 2 പേരും മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മീഡിയാസും ആ 2 പേരും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഈ പ്രശ്നം. ഈ ഒരു കേസിനകത്ത് പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അഹാന കൃഷ്ണയുടെ ഇടപെടൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ചേച്ചിക്ക് ഒരു ലൈഫിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ദിയാകൃഷ്ണ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് അവൾക്ക് കൂടുതലായിട്ടുള്ള സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ചേച്ചിക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു അനിയത്തിയുടെ ഒരു ധീരമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ നമ്മൾ കിട്ടില്ല മറ്റൊന്ന് പ്രശംസിച്ച് മതിയാകത്തുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചില ചോദ്യങ്ങൾ അവരെ 3 പേരെയും പിടിച്ചിരുത്തിയിട്ട് ചില ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് അവർ കൊടുക്കുന്ന മറുപടികൾക്ക് വ്യക്തമായിട്ട് ചോദിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ,
ഒന്നും പറയാനില്ല, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കൃഷ്ണകുമാറിന് 4 പെൺമക്കളാരെ ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പലരും പല രീതിയിലുള്ള കമൻസുകളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൃഷ്ണകുമാറിൻ്റെ അതിനകത്ത് 4 പെൺകുട്ടികളുണ്ടെങ്കിൽ ആ 4 പെൺകുട്ടികളും ഒന്നിനൊന്നും മികച്ചതാണ്. അവർക്കൊരു ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിടാനായിട്ടുള്ള പക്വതയും തൻ്റെടവും അതിനനുസരിച്ച് കൃഷ്ണകുമാർ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ട രീതി എന്താണ് ഞങ്ങൾക്ക് തന്നെ നല്ലതുപോലെ അറിയാം, ഞങ്ങളത് സോൾവ് ചെയ്യുകയും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ മുതൽ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്, ഞങ്ങൾക്കതിൻ്റെ രീതിയിൽ എങ്ങനെ തിരിച്ചെടുക്കണമെന്നറിയാം. അത് പക്ഷേ അവർ മാന്യമായിട്ടാണ് ചെയ്തത് കേട്ടോ. മറ്റുള്ളവരെ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രീതിയിലും റിയാക്ട് ചെയ്യാം. പക്ഷേ ആ കുടുംബത്തിൻ്റെ കാര്യത്തിൽ, ആ കുടുംബത്തിൻ്റെ സൈഡിൽ അവർ കാണിച്ചൊരു മാന്യതയുണ്ട്. ആ പെൺകുട്ടികളോട് 3 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറായാലും അദ്ദേഹത്തിൻ്റെ കുടുംബവും കാണിച്ചൊരു മാന്യത നമുക്ക് ഇതിനകത്ത് വ്യക്തമാകും. കാരണം കഴിഞ്ഞ ഒരു 24-48 മണിക്കൂർ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പല രീതിയിലും പലരും കിഴിഞ്ഞും ചകഞ്ഞും ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തല്ലേ കൊണ്ടുവരാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് വ്യക്തമായിട്ടുള്ള നിലപാടുകളാണ്. പൈസ നഷ്ടപ്പെട്ടു, ആ പൈസ തിരിച്ചു വാങ്ങണം. ഇനി പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസിൻ്റെതായിട്ടുള്ള വഴി പോവുക. പൈസ നഷ്ടപ്പെട്ടത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര രൂപ നഷ്ടപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ് ചെയ്ത സാധനത്തിൽ നിന്ന് കട്ടെടുത്തിട്ട് കൊണ്ട് ഒരു ജോലി കൊടുത്തിട്ട് അവിടുന്ന് മോഷ്ടിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് അതിന് എത്ര 1 രൂപയാണെങ്കിലും തിരിച്ചു മേടിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മോഷ്ടിച്ചുണ്ടാക്കുന്നത് കൊണ്ട് ജീവിക്കാൻ പാടില്ല. ഒരാളെ പറ്റിച്ചോ ചതിച്ചോ ഉണ്ടാക്കുന്ന ആ മുതലുകൾ കൊണ്ട് അങ്ങനെ ഇത് മറ്റുള്ളവർക്കൊരു പാഠമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് മറ്റൊരുത്തൻ്റെ മുതൽ എന്താ പറയുക, ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലിനകത്ത് നിന്ന് കട്ടെടുത്തുകൊണ്ട് ആവശ്യത്തിനുള്ളത് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ശമ്പളമായാലും ബാക്കിയുള്ള രീതിയിലായാലും അതെല്ലാം തുല്യമായിട്ടുള്ള രീതിയിൽ ചോദിച്ച് വാങ്ങിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ കട്ടെടുത്തുകൊണ്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ കൂടെ നിന്ന് ചതിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ ശരി തെറ്റുകൾ നമുക്ക് നല്ലതുപോലെ മനസ്സിലായി, ആരാണ് തെറ്റുകാരെന്നുള്ളതും ആരാണ് ശരിയെന്നുള്ളതും. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയില്ല, വീണ്ടും ആദ്യം തൊട്ട് അവസാനം തൊട്ട് ഞാൻ പറയുകയാണ്, ഇതിനകത്ത് ദൈവമായിട്ടാണ് ആ കുടുംബത്തിന് കുറച്ച് തെളിവുകൾ കൊടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മീഡിയയും മറ്റുള്ള കുറച്ച് പേരുടെ കൂടെ ആ കുടുംബത്തെ ഇല്ലാതാക്കിയായിരുന്നു. ഇതാണ് പ്രത്യേകിച്ച് നമ്മുടെ മീഡിയാസാണ് ഒന്നും അറിയാതെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കുറച്ച് തലക്കെട്ടുകളോട് കൂടിയിട്ട് വേണ്ടാത്ത വാർത്തകൾ തെള്ളി എന്ന് വിടും. അത് വിശ്വസിക്കാനായിട്ട് നമ്മൾ കുറച്ച് പേരുണ്ടാവും. സത്യമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക, സത്യം എന്തെന്ന് അറിഞ്ഞിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അഖിൽ വിശ്വം നിർത്തുന്നു. സൈനിങ് ഔട്ട്. ബൈ.